ഹേയ് ഗായ്സ്, നിലമ്പൂരാണ് കേട്ടോ. നൈറ്റാണ് എത്തിയത്. ഇവിടെ സ്റ്റേ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തേക്കണം കേട്ടോ. 3 ദിവസം വെഡ്ഡിങ് ഷൂട്ടൊക്കെ ആയിട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് തന്നെ. ഇവിടെ അടുത്ത് തന്നെ നിലമ്പൂർ മ്യൂസിയം ഉണ്ട്, തേക്ക് മ്യൂസിയം. നിലമ്പൂർ ഈ ഒരു നാട്ടിൽ വന്നിട്ട് തേക്ക് മ്യൂസിയം കാണാൻ പോകണം. എങ്ങനെയുള്ളത് കുളിച്ച് റെഡിയായിട്ട് നേരെ വിട്ടത് നിലമ്പൂർ മ്യൂസിയത്തിലോട്ടാണ് കേട്ടോ. ഈ നാട്ടിനെ അറിയപ്പെടുന്ന തേക്കിൻ്റെ നാട് തന്നെ കേട്ടോ. ലോകത്തെ ആദ്യത്തെ മ്യൂസിയം കൂടിയാണ് കേട്ടോ. 1995 ഇത് സ്ഥാപിതമാകും തന്നെ. കേരളം ഇൻസ്റ്റിറ്റ്യൂട്ട് KFAയുടെ കീഴിലാണ് ഇത് പ്രവർത്തിക്കുക തന്നെ. കൂടുതൽ ചരിത്രങ്ങളും ഡീറ്റെയിലൊക്കെ അറിയണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ വന്നോട്ടോ. ഇതിൻ്റെ വേരുകളും വിത്തുകളും വിവിധ ഘടനകളും ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പ് തന്നിട്ടുള്ള തേക്കിൻ്റെ കാര്യങ്ങൾ തന്നെ ഉണ്ട് കേട്ടോ. ബ്രിട്ടീഷ് കാലഘട്ടങ്ങളിലാണ് ഈ തേക്ക് മനുഷ്യനിർബന്ധമായിട്ട് തേക്ക് കൃഷിയാണ് ഇവിടെ സ്ഥാപിതമാകുന്നത് തന്നെ. അതിൻ്റെ ചരിത്രപരമായിട്ടാണ് ഈ മ്യൂസിയം തന്നെ നിലനിൽക്കുന്നത് തന്നെ. 2 നിലകളിലായിട്ടാണ് കേട്ടോ മ്യൂസിയം നിൽക്കുന്നത് തന്നെ. കുറേ കാര്യങ്ങളും തേക്കിനെ കുറിച്ചുള്ള വേരുകളും കൃഷികളും കാര്യങ്ങളും ഒരുപാട് പഠിക്കാനുണ്ടോ. എല്ലാവരും വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട മ്യൂസിയം തന്നെയാണ് കേട്ടോ. അടിപൊളിയായിരിക്കും. നിങ്ങൾക്ക് കൂടുതലും അറിവും കാര്യങ്ങളും കിട്ടും. ഈ മണ്ണിനെ കുറിച്ചും തേക്കിനെ കുറിച്ചിട്ടും പല വിധ തേക്കുകളുണ്ട്. പല ഘട്ടങ്ങളിൽ വർഷങ്ങൾക്കായും നിലനിൽക്കുന്ന തേക്കുകളും അതിൻ്റെ ഘടനകളും കാഴ്ചകളും പിന്നെ അതിൻ്റെ തൊട്ട് മേലിൽ തന്നെയാണ് ശലഭങ്ങളും. ഒരുപാട് നമ്മൾ കാണാത്ത ശലഭങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒരുപാടുണ്ടോ. അതിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഈ പാർക്കും അടിപൊളിയായിട്ട് കുറേ വേരുകളൊക്കെ നിറഞ്ഞു നിൽക്കുന്ന കുറേ തണൽ പിടിച്ച കാര്യങ്ങൾ ഒരുപാടുണ്ടോ. പിള്ളേരൊക്കെ ഇടുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഇത് ഗംഭീര വീഡിയോ വരുന്നുണ്ട്. ബൈ.